നമസ്കാരം. നിങ്ങളെ തെറ്റില്ലാതെ അനായാസം ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഇംഗ്ലീഷ് മെയ്ഡ് ഈസീസ് പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദേർ സാധാരണയായിട്ട് 3 രീതികളിലാണ് ദേർ ഉപയോഗിക്കാറുള്ളത്. THERE അവിടെ എന്നർത്ഥത്തിൽ ഒന്ന്. രണ്ടാമത്തെ ദേർ അവരുടെ എന്നർത്ഥത്തിൽ THEIR. ഈ എപ്പിസോഡിൽ ഞാൻ ഉപയോഗിക്കുന്ന ദേർ THERE സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന രീതിയിലാണ് വിശദീകരിക്കുന്നത്. But do you have class today? Yes, I have class today. No, I do not have class today. ഈ ചോദ്യങ്ങൾ there ഉപയോഗിച്ച് എനിക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാനാകും. Is there class for you today? Yes. There is class for me today. No, there is no class for me today. അപ്പോൾ ഡു, ഡസ്, ഡിഡ്, വില്ലിൻ്റെ പകരം ഈസ്, വാസ്, ആർ, വേർ, വിൽ ബിയോടൊപ്പം നൗൺ ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ ഉത്തരം നൽകാം എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ അനായാസം പഠിക്കുവാൻ പോകുന്നത്, സൂത്രവാക്യത്തിലൂടെ പഠിക്കുവാൻ പോകുന്നത്. നിനക്ക് ഇന്ന് പരീക്ഷയുണ്ടോ എന്ന ചോദ്യം നമുക്കെടുക്കാം. ഈസ് there an examination for you today? ഈസിനോടൊപ്പം പോകുന്നത് ഏകവചന സബ്ജക്റ്റാണ്, സിംഗുലർ സബ്ജക്റ്റ്. സമയം ഇപ്പോൾ. ആറിനോടൊപ്പം പോകുന്നത് പ്ലൂരൽ സബ്ജക്റ്റ് യു, സമയം ഇപ്പോൾ. വാസിനോടൊപ്പം പോകുന്നത് സിംഗുലർ സബ്ജക്റ്റ് മാത്രം. വേറിനോടൊപ്പം പോകുന്നത് യു അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റ് കഴിഞ്ഞ സമയം. വില്ലിനോടൊപ്പം ഏത് സബ്ജക്റ്റും ഫ്യൂച്ചർ ടൈം. എക്സാമിനേഷൻ എന്ന നൗൺ ഉപയോഗിച്ച് നമുക്ക് വിശദീകരിക്കാം. ഈസ് there an examination for you today? അതിനെ ആറിലേക്ക് മാറ്റുമ്പോൾ ആർ there examinations, പ്ലൂരൽ, ആർ there examinations for you these days, ഈ ദിവസങ്ങളിൽ. അതിനെ വാസിലേക്ക് മാറ്റുമ്പോൾ വാസ് there an examination for you yesterday. അതിനെ വേറിലേക്ക് മാറ്റുമ്പോൾ വേർ there examinations for you last week. അതിനെ വില്ലിലേക്ക് മാറ്റുമ്പോൾ will there be an examination for you tomorrow? Is there an examination? Are there examinations? Was there an examination? Were there examinations? Will there be an examination tomorrow? Yes answer. വളരെ ലളിതമാണ്. ഈസ് there എന്നുള്ളത് there is. ആർ there എന്നുള്ളത് there are. വാസ് there എന്നുള്ളത് there was. വേർ there എന്നുള്ളത് there were. വിൽ there be എന്നുള്ളത് there will be. Is there an examination for you today? Yes,
there is an examination for me today. Are there examinations for you these days? Yes, there are examinations for me these days. Was there an examination for you yesterday? Yes, there was an examination for me yesterday. Were there examinations for you last week? Yes, there were examinations for me last week. Will there be an examination for you tomorrow? Yes, there will be an examination for me tomorrow. No answer. Is there എന്നുള്ളത് there is no. Was there? There was no. Are there? There are no. Were there? There were no. Will there be? There will be no. So, is there an examination for you today? No. There is no examination for me today. Are there examinations for you these days? No. There are no examinations for me these days. Was there an examination for you yesterday? No. There was no examination for me yesterday. Were there examinations for you last week? No. There were no examinations for me last week. Will there be an examination for you tomorrow? No. There will not be an examination for me tomorrow. There ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ വീടിനെപ്പറ്റി പറയുമ്പോൾ, നമ്മുടെ സ്കൂളിനെപ്പറ്റി പറയുമ്പോൾ, പഠിക്കുന്ന കോളേജിനെപ്പറ്റി പറയുമ്പോൾ, അതല്ല എങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന നാടിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് there ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഉത്തരങ്ങളും. ഉദാഹരണം എൻ്റെ വീടിനെപ്പറ്റി there ഉപയോഗിച്ച്, there is a dog in my house. There are no cows in my house. There is no internet connection in my room. There are coconut trees in front of my house. There will be a bike for me in my house next month. There was no money for me in the bank last year. ഈ വാചകങ്ങളെല്ലാം there ആണ്, ഉണ്ട് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ കോളേജിനെപ്പറ്റി അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിനെപ്പറ്റി ഇതേപോലെ തന്നെ വാചകങ്ങൾ ഉണ്ടാക്കാം. There are 1,400 students in my college. There is a football ground near our hostel in our college. There was a celebrity in our campus last year. There were no actors in our college last year. There will be a cricketer from our campus
after 2 years. ഇതുപോലെ നിങ്ങളും ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അതോടൊപ്പം തന്നെ ഉത്തരങ്ങൾ നൽകുക. സൂത്രവാക്യം ഇതാണ്: ഈസ് ദെയർ പ്ലസ്, ആർ ദെയർ പ്ലസ്, വാസ് ദെയർ പ്ലസ്, വേർ ദെയർ പ്ലസ്, വിൽ ദെയർ ബി പ്ലസ്, ഓബ്ജക്റ്റ് പ്ലസ് ടൈം. ഉദാഹരണമായിട്ട്, ഈസ് ദെയർ എ ഫിലിം ഫോർ യു ടുഡേ? ആർ ദെയർ ഫിൽംസ്? വാസ് ദെയർ എ ഫിലിം? വേർ ദെയർ ഫിൽംസ്? വിൽ ദെയർ ബി എ ഫിലിം ഫോർ യു ടുമോറോ? യെസ് ആൻസർ: yes, comma, plus, there is plus, there are plus, there was plus, there were plus, there will be plus, object plus time. There is a film for us today. There are films for us this week. There was a film for us last night. There were films for us last week. There will be a film for us tomorrow. No answer. No comma plus. There is no. There are no. There was no. There were no. There will not be plus object plus time. വളരെ ലളിതമായി വിശദീകരിച്ച് തന്ന ഈ ദെയർ സ്ട്രക്ചർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അനായാസം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാര രീതി സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.